ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ ഫോളോവേഴ്സെങ്കിലും കാണണമെന്നൊരു അഭ്യർത്ഥനയുണ്ട്. ഹൈടെക് പടുത്തുയർത്തിയെന്ന് പ്രഖ്യാപിക്കുന്ന നാട്ടിലെ ഒരു അംഗനവാടിയിലേക്കുള്ള വഴിയാണിത്. ഇതുള്ളത് വയനാട്ടിലെ ഒറ്റപ്പാടിയിലൊന്നുമല്ല. തിരുവില്ലാമല ഗ്രാമപഞ്ചായത്തിൽ മലേശ്യമംഗലം എന്ന സ്ഥലത്തെ 7-ാം വാർഡിലുള്ള 148 നമ്പർ അംഗനവാടിയിലേക്കുള്ള ഏക വഴിയാണിത്. വേറൊരു ബദൽ മാർഗ്ഗമില്ല. പാറയും കൊടുങ്കാടും നിറഞ്ഞ വഴിയിലൂടെ കുട്ടികൾ ദിവസവും ആദ്യാക്ഷരം പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കൂ. നാടായി നാട്ടിലിപ്പോൾ പ്രവേശനോത്സവം അതിഗംഭീരമായി നടത്തിയില്ലേ? പക്ഷേ തിരുവില്ലാമല മലേശ്യമംഗലത്തിൽ ഈ അംഗനവാടിയിലേക്ക് പ്രവേശിക്കാൻ പോലും വഴിയില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. എന്നും വനമേഖലയിലൂടെ കാട് കയറിയ പാതയിലൂടെ വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെല്ലാം ഭയന്ന് വേണം അവർക്ക് ഇവിടെ എത്താനായിട്ട്. അതുമാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്നുള്ളതാണ് വലിയൊരു സത്യം. ഇവിടെ കുടിവെള്ളമില്ല. ടീച്ചറോ അല്ലെങ്കിൽ ഹെൽപ്പറോ തലച്ചുമടായിട്ട് കിലോമീറ്ററുകളും താണ്ടി വേണം വെള്ളം ഇവിടെ എത്തിക്കാനായിട്ട്. ഒരാൾ അവധിയായാൽ പോലും വെള്ളം ശേഖരിക്കാൻ രക്ഷിതാക്കളുടെ സഹായം തേടേണ്ട ഗതികേടിലാണ് ഇവർ 30 വർഷമായിട്ട് കടന്നു പോകുന്നത്. അതുമാത്രമല്ല, വാഹന സൗകര്യം ഇല്ലാത്തതിനാൽ അംഗനവാടിയിലേക്ക് വരുന്ന ആവശ്യ സാധനങ്ങൾ തലച്ചുമടായി എത്തിക്കാൻ സ്വന്തം ശമ്പളത്തിൽ നിന്ന് ഭീമമായ തുകയും ജീവനക്കാർക്ക് ചെലവാക്കേണ്ടി വരുന്നുണ്ട്. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരുവിധ പ്രയോജനം ഇല്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ അംഗനവാടി. എന്തായാലും കുട്ടികളെ സുരക്ഷിതമാക്കേണ്ടത് എല്ലാവരുടെയും കടമയായിട്ടാണ് തോന്നുന്നത്. അധികാരികൾ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു.